നൂതനാശയങ്ങളുടെ മറ്റൊരു മാതൃകയുമായി ഗവൺമെൻറ് TTI നാട്ടിലെ രണ്ട് കൂട്ടുകാർ അവര് നാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആരൊക്കെയായിരിക്കും ജാനുവരി കൂട്ടുകാർ? പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, കേരളത്തിലെ പ്രീ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന 10 ഉത്സവങ്ങളിൽ ഒന്നാമത്തേത് കഥോത്സവം. വ്യത്യസ്തതകളുടെ മാതൃകകൾ തീർക്കുന്ന ഗവൺമെൻറ് TTI മണക്കാട് ഈ കഥോത്സവത്തെയും പുതുമയാർന്ന ഒരു വിരുന്നാക്കി മാറ്റുകയാണ്. കഥോത്സവത്തിൻ്റെ പ്രാധാന്യം രക്ഷിതാക്കളിൽ എത്തിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാ പേരും ചേർന്ന് ഒരു കഥാനിർമ്മാണത്തോടെ കഥോത്സവം ആരംഭിച്ചു. അപ്രതീക്ഷിതവും രസകരവുമായ കഥാസന്ദർഭങ്ങളിലൂടെ കഥ അങ്ങനെ മുന്നേറി. കഥാനിർമ്മാണം കഴിഞ്ഞപ്പോൾ രക്ഷിതാക്കളെല്ലാ പേരും അവരവരുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി. പ്രീ സ്കൂൾ പ്രായത്തിലെ മക്കൾക്ക് കഥകളുടെ പ്രാധാന്യം എന്താണെന്നും എങ്ങനെയൊക്കെയാണ് നമ്മൾ കഥകൾ പറയേണ്ടതെന്നും ഒക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിവരണങ്ങളും ഈ രസകരമായ അനുഭവങ്ങൾക്കിടയിൽ രക്ഷിതാക്കളുമായി പങ്കുവച്ചു. എന്താണ് കഥയിലൂടെ കിട്ടുന്നത് എന്നുള്ളത് ശരിക്കും അനുഭവിച്ച് അറിയുന്ന ഒരവസ്ഥയാണ്. കഥകളിലൂടെ നമ്മുടെ മക്കൾക്ക്, കുട്ടികൾക്ക് അറിവ് എങ്ങനെ ലഭിക്കും, എങ്ങനെയാണ് ആ കഥകളിലൂടെ കുട്ടികളെ അറിവ്. അതിനും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടൊക്കെ പഠിച്ച പാഠങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് കഥയെ നമുക്ക് പല രീതിയിലും കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നിട്ടോ രക്ഷിതാക്കളെല്ലാം ഓരോരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർ കഥകളുണ്ടാക്കി. ഓരോ ഗ്രൂപ്പും ഓരോ വ്യത്യസ്തമാർന്ന കഥകൾ. ആ കഥയിലെ കഥാപാത്രങ്ങളെ അവർ നിർമ്മിച്ചു. ചിത്രങ്ങളായും ചാർട്ടുകളായും രൂപങ്ങളായും മാറി. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ രക്ഷിതാവും ഒരു ക്ലാസ് മുറിയിലെ കുഞ്ഞുങ്ങളായി അച്ചടക്കത്തോടെ തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയായിരുന്നു. പിന്നീട് ഗ്രൂപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നു. കഥാപാത്രങ്ങളിലും സന്ദർഭങ്ങളിലും മാറ്റം വരുത്തുന്നു. ആകെ ഒരു ബഹളം. അച്ഛനും അമ്മയും മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയും കുഞ്ഞുമക്കളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് നമ്മുടെ കഥയ്ക്കനുസരിച്ചുള്ള സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും എല്ലാം തയ്യാറാക്കുകയായിരുന്നു. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയുമായി നമ്മുടെ ടീച്ചറമ്മമാരും ഒപ്പം തന്നെയുണ്ട്. സമയബന്ധിതമായി തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി ഇനി വേദിയിലേക്ക്. എത്ര രസകരമായിരുന്നെന്നോ ഓരോ ഗ്രൂപ്പിൻ്റെയും അവതരണം. തങ്ങൾക്ക് കിട്ടിയ തീമിനനുസരിച്ച് കഥ നിർമ്മാണം, കഥയിലെ കഥാപാത്രങ്ങളെ തയ്യാറാക്കൽ, എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന വിധത്തിൽ അവതരണമൊരുക്കൽ. എല്ലാം കഴിഞ്ഞ് വേദിയിലെത്തിയപ്പോൾ ഓരോ രക്ഷിതാക്കളും ഓരോ കുട്ടിയായി മാറുകയായിരുന്നു. പാടിയും പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നാണം കുണുങ്ങിയും അവരങ്ങനെ തങ്ങളുടെ കഥാപാത്രങ്ങളെ അതിഗംഭീരമാക്കി.
കഥ വെറുമൊരു കഥയല്ലെന്നും മക്കൾക്കായി ഒരുക്കുന്ന കഥകൾ നിസ്സാരമല്ലെന്നും അവരങ്ങനെ സ്വയം അറിയുകയായിരുന്നു. തങ്ങളോടൊപ്പമുള്ള രക്ഷിതാക്കളെ മാത്രമല്ല, അധ്യാപകരെ പോലും അതിശയിപ്പിക്കുന്ന വിധമായിരുന്നു ഓരോ ഗ്രൂപ്പിൻ്റെയും പ്രകടനം. പാവകളി കൃത്യമായി കണ്ടിട്ടില്ലാത്തവർ പോലും എന്ത് മനോഹരമായാണ് ആ പാവകളി അവതരിപ്പിച്ചതെന്നാണ്. പൊതുവിദ്യാലയത്തിൽ തങ്ങളുടെ മക്കളെ അയച്ചതിൽ യാതൊരു ആശങ്കയുമില്ലെന്നും അഭിമാനമാണുള്ളതെന്നും ഓരോ രക്ഷിതാവും സാക്ഷ്യപ്പെടുത്തി. ഇതിനിടയിൽ അപ്രതീക്ഷിതമായാണ് NCERTയുടെ പ്രതിനിധിയും SSKയുടെ വിദ്യാഭ്യാസ പ്രവർത്തകരും നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കാണാത്ത വിദ്യാഭ്യാസ മികവും അധ്യാപക രക്ഷാകർതൃ കൂട്ടായ്മയും നമ്മുടെ സ്കൂളിൽ കണ്ടതിൻ്റെ സന്തോഷം പങ്കിടാൻ NCERTയുടെ പ്രതിനിധി മറന്നില്ല. Parents participating in any way. This is the only school in the state where parents. So this is one of the achievement of the Kerala where ഈ ഹൃദ്യനിമിഷത്തെ ഇങ്ങനെയല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്?